ഒരു പുതിയ ബിസിനസ് ആരംഭിക്കുമ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ് അതോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഏതാണ് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് ചിന്തിച്ച് ആശയക്കുഴപ്പത്തിലാണോ? ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഇൻഡിവിജ്വൽ അസറ്റ്സ് കംപ്ലീറ്റ്ലി സേഫ്റ്റി ഉറപ്പാക്കി ബിസിനസ് ആരംഭിക്കാൻ പറ്റിയ LLP അഥവാ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ഈ LLP? സാധാരണ പാർട്ട്ണർഷിപ്പുകളിൽ ഉണ്ടാകുന്ന ഈ ലയബിലിറ്റീസ് മൂലം സ്വന്തം അസറ്റ്സ് നഷ്ടപ്പെടുമോ എന്നൊരു ഭയം LLPയിൽ വേണ്ട. കാരണം ഇതിൽ പങ്കാളികളുടെ ബാധ്യതകൾ അവരുടെ നിക്ഷേപത്തിൽ മാത്രം പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ സേഫ്റ്റിയും സാധാരണ പാർട്ട്ണർഷിപ്പിന്റെ ലളിതമായിട്ടുള്ള നടത്തിപ്പും സമന്വയിപ്പിച്ച മികച്ചൊരു ബിസിനസ് മാതൃകയാണിത്. കൂടാതെ ഒരു പാർട്ട്ണർ വരുത്തുന്ന തെറ്റുകൾക്കോ കടങ്ങൾക്കോ മറ്റ് പാർട്ട്നേഴ്സ് ഉത്തരവാദികളല്ല എന്നതും ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സവിശേഷതയാണ്. LLPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ് നോക്കാം. ഒന്ന്, ആദ്യം പറഞ്ഞതുപോലെ ലളിതമായ രീതിയിൽ രൂപീകരിക്കാനും കൈകാര്യം ചെയ്യാനും സാധിക്കും. പിന്നെ കമ്പനികളെ അപേക്ഷിച്ച് രജിസ്ട്രേഷൻ ചെലവുകളും ലീഗൽ കംപ്ലയൻസുകളും വളരെ കുറവാണ്. ചുരുങ്ങിയത് 2 പാർട്ട്നേഴ്സ് വേണം. പരമാവധി പാർട്ട്നേഴ്സിന്റെ എണ്ണത്തിൽ പരിധിയില്ല. പിന്നെ പങ്കാളികൾക്ക് മാറ്റം സംഭവിച്ചാലും ബിസിനസിന്റെ നിലനിൽപ്പിനെ അത് ബാധിക്കില്ല. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് അതായത് DDT ഇവിടെ ബാധകമല്ല. ലാഭവും ക്യാപിറ്റലും എളുപ്പത്തിൽ തന്നെ പിൻവലിക്കാം. വാർഷിക ടേൺ ഓവർ 40 lakhsൽ താഴെയാണെങ്കിലോ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ 25 lakhsൽ താഴെയാണെങ്കിലോ വാർഷിക ഓഡിറ്റിംഗും നിർബന്ധമല്ല. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള രേഖകളും യോഗ്യതകളും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്. കുറഞ്ഞത് 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. ഇതിൽ ഒരാളെങ്കിലും ഇന്ത്യയിൽ സ്ഥിര താമസമാക്കിയിട്ടുള്ള ഒരാളായിരിക്കണം. അടുത്തതായിട്ട് DPIN ആൻഡ് DSC. DPIN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ഐഡന്റിഫിക്കേഷൻ നമ്പർ. അതുപോലെ DSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ സബ്മിഷൻസിനായിട്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റും ഇവിടെ ആവശ്യമാണ്. ഇനി പാർട്ട്നേഴ്സിന്റെ ഡോക്യുമെന്റ്സ് എന്തൊക്കെ വേണം? പാൻ കാർഡ്, തിരിച്ചറിയൽ രേഖ, അതിപ്പോൾ പാസ്പോർട്ട്, ആധാർ, വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ്, പിന്നെ അഡ്രസ് പ്രൂഫ് അതായത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, യൂട്ടിലിറ്റി ബിൽ, അതൊക്കെ. പിന്നെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID. ഇനി ഇപ്പൊ സ്ഥാപനത്തിന്റെ രേഖകളാണെങ്കിലോ രജിസ്റ്റേർഡ് ഓഫീസിന്റെ അഡ്രസ് പ്രൂഫും രജിസ്റ്റർ ചെയ്ത LLP എഗ്രിമെന്റും ഉണ്ടായിരിക്കണം. ഇനി ഇതിന്റെ രജിസ്ട്രേഷന്റെ ഡിഫറെന്റ് ലെവൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് പേര് തിരഞ്ഞെടുക്കുക. അതായത് വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു പേര് തിരഞ്ഞെടുത്ത് അത് നമ്മുടെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ദെൻ പാർട്ട്നേഴ്സിന്റെ നിയമനമാണ്. അതായത് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ഉൾപ്പെടെയുള്ള പാർട്ട്നേഴ്സിനെ നിശ്ചയിക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ DSC ആൻഡ് DPIN എന്ന നമ്പേഴ്സ് നമ്മൾ കരസ്ഥമാക്കുക. അതായത് ആവശ്യമായ ഡിജിറ്റൽ ഒപ്പുകളും തിരിച്ചറിയൽ നമ്പറുകളും എടുക്കണം. ആൻഡ് ഫൈനലി LLP എഗ്രിമെന്റ് സബ്മിഷൻ. അതായത് കൃത്യമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത LLP എഗ്രിമെന്റ് ഫയൽ ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ അക്കൗണ്ടുകൾ ആരംഭിക്കണം. അതായത് രജിസ്ട്രേഷൻ പൂർത്തിയായ ശേഷം സ്ഥാപനത്തിന്റെ പാൻ, ടാൻ, ബാങ്ക് അക്കൗണ്ട് എന്നിവ സ്റ്റാർട്ട് ചെയ്യാം. സോ കുറഞ്ഞ ഫിനാൻഷ്യൽ റിസ്കിൽ സ്വന്തം ബിസിനസ് പടുത്തുയർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് തികച്ചും അനുയോജ്യമായിട്ടുള്ള ഒരു മാർഗമാണ് എന്ത്? നമ്മുടെ LLP. സോ ബിസിനസ് ആരംഭിക്കാൻ പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഈ വിവരങ്ങൾ ഷെയർ ചെയ്യൂ. ആൻഡ് കൂടുതൽ കൊമേഴ്സ് ആൻഡ് ബിസിനസ് വിവരങ്ങൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.